എന്റേതു മാത്രം. രചന ആമിന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ലച്ചു നേരെ രാധികയുടെ അടുത്തേക്ക് പോയതും പ്രിയയും സന്ദീപും തനിച്ചായി. അത് കണ്ടതും പ്രിയ പതർച്ചയോടെ അവരെ നോക്കി. സന്ദീപിനൊട്ടും താല്പര്യമില്ലല്ലേ? പിന്നെന്തിനാ ഇതൊക്കെ? വേറൊന്നും നോക്കിയാൽ പോരായിരുന്നോ? ഇതെന്നല്ല, ഒന്നും എനിക്ക് ഇഷ്ടമല്ല. അംഗീകരിക്കാൻ എനിക്കാവില്ല. എന്നാ പിന്നെ അത് അവരോട് പറഞ്ഞൂടെ? എന്റെ പെങ്ങളുടെ സന്തോഷം ഇല്ലാതാക്കാനാണോ നിന്റെ ഉദ്ദേശം? അവളെന്നോട് ആദ്യമായിട്ട് ആവശ്യപ്പെട്ട കാര്യമാണ്. ഇഷ്ടമല്ലെങ്കിൽ പോലും നടത്തി കൊടുക്കേണ്ടത് എന്റെ കടമയാ. സന്ദീപ് പറഞ്ഞ അവൾ വേദനയോടെ നിന്നു. അല്ല, നീ എന്തിനാ ഇവിടെ വന്ന്? അവനെ ലച്ചു വിളിച്ചിട്ട് ഞാൻ കൂടെ വന്ന്. സന്ദീപിനെ ഈ വിവാഹം ഇഷ്ടമല്ലെങ്കിൽ ഞാൻ മുടക്കിത്തരാം, എന്റെ കൂടെ നിന്നാൽ മാത്രം മതി. പ്രിയ പറഞ്ഞ അവനത് കേട്ട് നെറ്റിയെ വിളിച്ചു. കേട്ടിട്ട് എന്നേക്കാൾ യുവാത്തിന് താല്പര്യക്കുറവ് നിനക്കാണെന്ന് തോന്നുന്നില്ല. ഏയ്, നിന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ. എങ്ങനെ? ഈ വിവാഹം ഒന്ന് മുടക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് പറ്റുമോ? എങ്കിലും എനിക്ക് വേണ്ടി അത് ചെയ്യണം. പക്ഷേ ഇതുകൊണ്ട് ആരും വേദനിക്കുകയും ചെയ്യരുത്. സന്ദീപ് പറഞ്ഞ പ്രിയ അത് കേട്ട് ആലോചനയോടെ നിന്നു. വാ മോനെ. ഗിരി വിളിച്ചവൻ പ്രിയെ പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ട് സന്ദീപ് നടന്നു. പ്രിയ എന്ത് വേണമെന്ന് ആലോചിച്ച് അവന്റെ പുറകെ നടന്നു. പാതിയോടും പാതി ഷീറ്റുമിട്ട ഒരു വീടിന് മുമ്പിലേക്കാണ് എല്ലാവരും ചെന്ന് നിന്നത്. അവരെ കണ്ടതും അകത്തുനിന്ന് സ്വീകരിക്കാനെന്നപോലെ കുറച്ചു പേര് ഇറങ്ങി വന്നു. ഞാൻ കുട്ടിയുടെ വല്യച്ഛനാ, അകത്തേക്ക് വരിക. ഒരാൾ വന്ന് വിളിച്ചതും ഗിരിയും ശങ്കറും ചിരിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. പുറകെ ബാക്കിയുള്ളവരും. എന്തെങ്കിലും വഴിയുണ്ടോ? ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇന്നത്തേക്കാ, അല്ലാണ്ട് നാളത്തേക്കല്ല. എന്താണെങ്കിലും പെട്ടെന്ന് വേണം പറഞ്ഞ് സന്ദീപോടെ ഇരുന്നു. അവനെല്ലാവരെയും നോക്കി. എല്ലാവരും അവരെ കാണാനെന്നവരെ വന്ന് എത്തി നോക്കുന്നുണ്ട്. മുതിർന്നവരെന്തൊക്കെയോ പരസ്പരം സംസാരിക്കുന്നുണ്ട്. മോളിവിടെ അടുത്തുള്ള സ്കൂളിൽ ടീച്ചറാ. കല്യാണം കഴിഞ്ഞ് ജോലിക്കോണെന്ന് അവളുടെ ആഗ്രഹം. പിന്നെ പെട്ടെന്നൊരു വിവാഹം വേണ്ടെന്ന വാശിയിലായിരുന്നു അവള്. വയസ്സ് 25 അതാ പിന്നെ ഞങ്ങൾ നിർബന്ധം പിടിച്ച്. കുട്ടിയുടെ അച്ഛനെ തോന്നിക്കുന്ന ഒരാൾ പറഞ്ഞു. വയസ്സിലൊന്നും വലിയ കാര്യമില്ലെന്നേ, ഞങ്ങൾക്ക് കുട്ടിയെ കണ്ടാൽ മാത്രം മതി. ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞ് ഉറപ്പിച്ചാണല്ലോ. ആ, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. മോളെ വിളിക്ക്. അയാൾ അകത്തേക്ക് വിളിച്ചു പറഞ്ഞു. ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയും കൊണ്ട് അവിടേക്ക് വന്നു. വെളുത്തു മെലിഞ്ഞൊരു കുട്ടി, കാണാൻ നല്ല ഐശ്വര്യമുണ്ട്. ഇതാ എന്റെ മോള് ജ്യോതി, അയാൾ പറഞ്ഞതും എല്ലാവരും പെണ്ണിനെ നോക്കി. അപ്പോഴേക്കും ആ സ്ത്രീ എല്ലാവർക്കും ചായയും പലഹാരമൊക്കെ എടുത്തു കൊടുത്തു. കുട്ടിക്ക് എന്താ ഒരു വിഷമം പോലെ? ശങ്കർ അവളുടെ മുഖം കണ്ട് ചോദിച്ചു. അടുത്തുനിന്ന് സ്ത്രീ അവളുടെ കയ്യിലും തട്ടിയതും അവൾ ചിരിക്കാൻ ശ്രമിച്ചു. അത് കണ്ടത് പ്രിയ അവളെയും നോക്കി. മൊത്തം ആകെ ഒരു പ്രശ്നം പോലെ പ്രിയക്ക് തോന്നി. സന്ദീപാണെങ്കിൽ പ്രിയയോട് കണ്ണ് കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. അതിനവൾ കണ്ണടച്ച് കാണിച്ചു. ഞങ്ങൾക്ക് മോളെ ഇഷ്ടമായി, ഇനി ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. മോൻ എന്തു പറയുന്നു? ഗിരി സന്ദീപിനോട് ചോദിച്ചു. അവനതിന് തലയാട്ടി. അപ്പോഴേക്ക് ആ കുട്ടി അകത്തേക്ക് കയറിപ്പോയി. അത് കണ്ട് പ്രിയ അവളെയും നോക്കി. അവളുടെ പുറകെ ചെന്നും സന്ദീപ് അത് കണ്ട് അവളെ നോക്കി. പ്രിയ എല്ലാവർക്കിടയിലൂടെ അകത്തേക്ക് ചെന്നു. ആ കുട്ടി റൂമിൽ ബെഡിലിരിക്കുകയായിരുന്നു. അത് കണ്ട് അവൾ അകത്തേക്ക് ചെന്നു. ഹായ്, പ്രിയ പറഞ്ഞു. അവൾ ഞെട്ടി എഴുന്നേറ്റ് ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. ഹായ്, ഞാൻ പ്രിയ. പ്രിയ പറഞ്ഞ അവളതിന് തലയാട്ടി. സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ടല്ലേ? അതെനിക്ക് മനസ്സിലായി, സാരില്ല. തനിക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? പ്രിയ ചോദിച്ച് അവൾ പുറത്തേക്ക് നോക്കി. വാതിലാ സ്ത്രീ നിൽക്കുന്ന കണ്ട് അവൾ ഒന്നുമില്ലെന്ന് തലയാട്ടി. അതുകൊണ്ട് പ്രിയ തിരിഞ്ഞു നോക്കി. ഞാൻ അമ്മയാ. പ്രിയ നോക്കിയേണ്ട അവർ പറഞ്ഞു. അതിന് പ്രിയ ഒന്ന് ചിരിച്ചുകൊണ്ട് ആ കുട്ടിയെ നോക്കി അവളുടെ കയ്യിൽ പിടിച്ചു. എന്റെ നമ്പരാ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കരുത്. പതിയെ അവളോട് പറഞ്ഞുകൊണ്ട് കയ്യിൽ ചുരുട്ടിയ പേപ്പർ കുട്ടിയെ ഏൽപ്പിച്ച് അവൾ മുറി വിട്ടിറങ്ങി പഴയ സ്ഥലത്ത് നിന്നിരുന്നു. നീ എവിടെ പോയതാ? ലച്ചു ചോദിച്ചു. ഞാൻ വെറുതെ ഇവിടേക്ക് കാണാൻ. കല്യാണം ഉറപ്പിച്ചോ? ആ, ഏകദേശം എല്ലാം ഉറപ്പിച്ച മട്ട. ആ ഒരു സംസാരം നോക്കിക്കൊണ്ട് ലച്ചു പറഞ്ഞു. അത് കണ്ട് പ്രിയ കുട്ടിയെ നോക്കിയതും അവൾ അവിടെ എങ്ങും കണ്ടില്ല. കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കാനും ഉണ്ടായിരിച്ചാ? വേണ്ട, വലിയച്ഛൻ എന്ന് പറഞ്ഞയാൾ പറഞ്ഞു. സന്ദീപ് പെട്ടെന്ന് കയറി പറഞ്ഞു. അത് കണ്ട് പ്രിയ അത് കേട്ട് പല്ലിയടിച്ചു. കാര്യങ്ങളെല്ലാം പറഞ്ഞുറപ്പിച്ചുകൊണ്ട് എല്ലാവരും ഇറങ്ങി. ഇറങ്ങുമ്പോൾ പ്രിയ പ്രതീക്ഷയോടെ തിരിഞ്ഞു നോക്കിയെങ്കിലും പുഞ്ചിരിയോടെ നിൽക്കുന്ന ആ കുട്ടിയെ കണ്ട് പ്രിയയുടെ ഉള്ളിൽ ചെറിയൊരു ഭയം തോന്നി. നീ എന്നാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? എന്നെ കെട്ടിക്കാനാണോ? അവിടുന്ന് ഇറങ്ങിയ പാടെ പ്രിയെ പിടിച്ചു മാറ്റിയത് സന്ദീപ് ചോദിച്ചു. ചേടാ, ഇതെന്ത് കഷ്ടം? ഞാനാണോ? ഇയാളുടെ വീട്ടുകാരല്ലേ? ഞാൻ മുടക്കാൻ വന്നല്ലേ? പിന്നെ എന്തിനാണ് നീ അവിടെ പുറകെ പോയത്? മനഃപൂർവ്വം എനിക്ക് പണിയിടാനാണല്ലേ? എന്റെ ദൈവമേ, മനസ്സിലുള്ളതിനെ എങ്ങനെയാണ് ഞാൻ ഇവര് പറഞ്ഞു കൊടുക്കുന്നത്? എങ്ങനെ ഇതിനെ പറഞ്ഞു മനസ്സിലാക്കും? പ്രിയ സ്വയം പറഞ്ഞുകൊണ്ട് അവനെ നോക്കി. സത്യത്തിൽ ഞാൻ പോയത് അതിനൊന്നല്ല. ആ കുട്ടിക്ക് ഈ വാത്തോട് വലിയ താല്പര്യമൊന്നും കണ്ടപ്പോൾ തോന്നി. അതറിയാൻ കൂടെ പോയതാ. എന്നിട്ട് എന്തെങ്കിലും നടന്നോ? ഇല്ലല്ലോ, എല്ലാം ഉറപ്പിച്ചില്ലേ? അതെന്റെ തെറ്റാണോ? നല്ലൊരു അവസരം കിട്ടിയപ്പോൾ വേണ്ടാന്ന് പറഞ്ഞാലേ താൻ. സംസാരിക്കാൻ അവസരം വന്നപ്പോൾ എന്താന്ന് വെച്ചാൽ സംസാരിക്കായിരുന്നല്ലോ. അവളോടൊന്നല്ല, ഒരുത്തിയോട് എനിക്ക് സംസാരിക്കണ്ട. അങ്ങനെ കടുത്ത തീരുമാനം എടുക്കണ്ട. ചിലപ്പോൾ പിന്നീട് മാറ്റി പറയേണ്ടി വരും. ഞാൻ ആ കുട്ടിയോട് സംസാരിക്കാൻ ചെന്നപ്പോൾ ആ കൊച്ചിൻ്റെ അമ്മ ഉണ്ടായിരുന്നു. എന്നെ നമ്പർ എടുത്തിട്ട് ഞാൻ വന്ന്. എന്തിനാ? പുതിയ ബന്ധം ഒന്നുകൂടി ഉറപ്പിക്കാനാണോ? അല്ല, ആൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അവളെന്നെ വിളിക്കും. എനിക്ക് ഉറപ്പാ. നിങ്ങൾ നോക്കിക്കോ, ഈ കല്യാണം മുടങ്ങും, അല്ലെങ്കിൽ മുടക്കും ഞാൻ. പ്രിയ അത് പറഞ്ഞു പോയതും സന്ദീപ് എല്ലാം കേട്ട് പല്ലും കടിച്ച് തലയും ചൊറിഞ്ഞ് കാറിന്റെ അടുത്തേക്ക് ചെന്നു. തീയതി മുഹൂർത്തമൊക്കെ അവര് കുറിപ്പിച്ചോളാന്നാ പറഞ്ഞ്. എത്രയും പെട്ടെന്ന് കല്യാണം നടത്താൻ പറ്റുമോ അത്രയും വേഗം നടത്തണമെന്നാ. എല്ലാത്തിനും നമ്മുടെ ഒരു സാന്നിധ്യം കൂടി ഉണ്ടാവണം. കഴിഞ്ഞില്ലേ, ഇനിയും പോവാലോ. ആൾക്ക് കേട്ടു വന്ന സന്ദീപ് കുറച്ച് കടുപ്പത്തിൽ തന്നെ പറഞ്ഞു. ആ, പോവാം. ഞങ്ങളിനി നേരെ വീട്ടിലേക്ക് പോവാ. ഇനി വിവരങ്ങൾ അറിഞ്ഞിട്ട് വേണം. ഇതുകൂടി കഴിഞ്ഞു വേണം ഒരു ദീർഘയാത്ര പോവാൻ. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട്.
അത് പറഞ്ഞ് ഗൗരിയും ശങ്കർ അവരുടെ വണ്ടിയിൽ കയറിപ്പോയി. നിനക്കിഷ്ടമായിടോ പെണ്ണിനെ? ആനന്ദ് ചോദിച്ച സന്ദീപാനെ നോക്കി. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായില്ലേ, പിന്നെ എൻ്റെ അഭിപ്രായം എന്തിനാ? അത് കൊള്ളാം, നീയല്ലേ കിട്ടുന്നത്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. ഞാൻ പെണ്ണിനെ കണ്ടിട്ടുമില്ല. ഏട്ടൻ്റെ മുമ്പിലല്ലേ കുട്ടി വന്ന് ഇന്ന്? ഞാൻ നോക്കിയില്ല, നിങ്ങളുടെ ഇഷ്ടംപോലെല്ലാം നടക്കട്ടെ. അതും പറഞ്ഞാൽ വണ്ടി കയറിയിരുന്നു. അച്ഛന് ഇതൊന്നും കണ്ട് ടെൻഷൻ ആവേണ്ട, പെണ്ണ് കാണാൻ കുട്ടീൻ്റെ കലിയാ. അത് കുറച്ച് കഴിയുമ്പോൾ തനിയെ മാറിക്കോളും. എനിക്ക് ടെൻഷനൊന്നുമില്ല മോളെ, ഇതുകൂടി ഭംഗിയായിട്ട് നടന്നേണ്ടാ മാത്രം മതി. എല്ലാം നടക്കും, ആനന്ദ് പറഞ്ഞു. ഗിരി അതിന് പുഞ്ചിരിച്ചുകൊണ്ട് വണ്ടിയിൽ കയറി. ലച്ചു, ആനന്ദും പ്രിയയും കൂടി ലച്ചുവിൻ്റെ വീട്ടിലേക്ക് പോയി. കുറച്ചു നേരം അവിടെ ചെലവഴിച്ചിറങ്ങി. വീട്ടിലെത്തിയതും കാവ്യ പുറത്തേക്ക് വന്നു. ഇങ്ങനെ ഓടാതെ കാവ്യ, അവരിങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്? അമ്മ പറഞ്ഞു. അവളതിന് ചിരിച്ചുകൊണ്ട് സിറ്റോളിൽ ചെന്ന് നിന്നു. വണ്ടിയിൽ നിന്നിറങ്ങുന്നവരുടെ മുഖത്തൊരു മാറ്റവും ഇല്ലാത്ത കണ്ട് അവൾ പ്രിയയെ നോക്കി. നീ ഞങ്ങളെ കാത്തുനിന്നാണോ? വാ. പ്രിയയെ കാണാൻ അമ്മ വിളിച്ച് വീട്ടിൽ നിന്ന്. അവളോട് പറയാൻ ഓടി വന്നാ. എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കേ. അതും പറഞ്ഞ് ലച്ചു അകത്തേക്ക് ചെന്ന് അമ്മയോട് വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാൻ തുടങ്ങി. അത് കേട്ടതും കാവ്യ പ്രിയയെ നോക്കി. നീ റൂമിലേക്ക് വാ. അതും പറഞ്ഞ് കാവ്യ പോയതും കുറച്ചു നേരം അവിടെ നിന്നിട്ട് പ്രിയ കാവ്യയുടെ അടുത്തേക്ക് നടന്നു. എന്താ നിന്റെ ഉദ്ദേശം? കൂടെ ചെന്ന് എല്ലാം ഉറപ്പിച്ചിട്ട് വരാനാണ് നീ പോയത്? കാവ്യ ദേഷ്യത്തിൽ ചോദിച്ചു. ഈ സമയത്ത് ദേഷ്യം അത്ര നല്ലതല്ല കാവ്യ, ഞാൻ പറയുന്നത് കേൾക്ക്. ലച്ചുവിനോട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടുന്നിട്ട് ഞാൻ പോയത്. പക്ഷെ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും സ്ഥലത്തിയിരുന്നു. പക്ഷേ ഈ കല്യാണം നടക്കില്ല. അതെന്താ? കാവ്യ സംശയത്തോടെ ചോദിച്ചു. ഒന്നാമത് സന്ദീപിന് ഇഷ്ടമല്ല, പിന്നെ ആ കുട്ടിക്ക് ഒരു താല്പര്യക്കുറവുണ്ടെന്ന് എനിക്ക് തോന്നി. എൻ്റെ നമ്പർ ഞാൻ അവൾ കൊടുത്തിട്ടുണ്ട്. എന്നെ വിളിക്കുന്നത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അതാ വിളിച്ചില്ലെങ്കിൽ? കാവ്യ ചോദിച്ചു. പ്രിയ ഒന്ന് ഞെട്ടി. നീ കാണിച്ച വലിയ മണ്ടത്തരാ പ്രിയ. പറഞ്ഞുറപ്പിച്ച കല്യാണം ഇനി മുടങ്ങാനൊന്നും പോകുന്നില്ല. കുറച്ച് മുമ്പായിരുന്നു ഈ ചേച്ചിയോടെ എല്ലാം തുറന്നു പറഞ്ഞ് നമുക്ക് ശരിയാക്കായിരുന്നു. ഇതിപ്പോൾ എല്ലാം കൈവിട്ടു പോയി. സന്ദീപേട്ടൻ ലച്ചു വെച്ച് വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാ താല്പര്യങ്ങളും കൂടി കല്യാണത്തിന് സമ്മതിച്ച്. അതുകൊണ്ട് ഏട്ടൻ മാറില്ല. ആ കുട്ടി ചിലപ്പോൾ വിവാഹം ഇപ്പോൾ വേണമെന്നിരുന്ന് നിന്നാവാം. വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടാവും. ഇനിയിപ്പോൾ ഇവളും മാറി ചിന്തിക്കും. ഇപ്പോഴും തോറ്റ നീ തന്നെയാ. കാവ്യ പറഞ്ഞു. പ്രിയ അതോർത്ത് ഒന്നും പറയാനാവാതെ നിന്നു. അവളുടെ മനസ്സിലേക്ക് പോരുമ്പോൾ ആ കുട്ടി ചിരിച്ചത് ഓർമ്മ വന്നു. അതവളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി. ഞാനിനി എന്താ ചെയ്യേണ്ടത് കാവ്യ? ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? സന്ദീപിനെ കണ്ട് നിനക്ക് സംസാരിക്കാൻ പറ്റിയ ചിലപ്പോൾ ഇത് നടക്കില്ല. അല്ലാതെ ഇനി വേറെ വഴിയില്ല. അത് നന്നായി. ഞാനിത് പറഞ്ഞ് ചെല്ലേണ്ട കാര്യമുള്ളൂ. എല്ലാം കൈവിട്ട് പോകുന്നൊരു പേടി. പക്ഷെ അവളെന്നെ വിളിക്കുന്നൊരു പ്രതീക്ഷ എനിക്ക് എപ്പോഴും ഉണ്ട്. അതും പറഞ്ഞ് പ്രിയ തലക്ക് കൈ കൊടുത്ത് അവിടെ ഇരുന്നു. നീ ടെൻഷൻ ആവണ്ട, എന്തെങ്കിലും വഴിയുണ്ടാവും. ഞാൻ സംസാരിക്കാൻ ചേച്ചിയോട്. വേണ്ട കാവ്യ, ഞാൻ കാരണം ആരും ഇനി വിഷമിക്കരുത്. എനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ പോവാ. അമ്മയോട് പറയാതെ ഞാൻ പോന്ന്. ഞാൻ വിളിച്ചു പറഞ്ഞ് നീ ഇവിടെ ഉണ്ടെന്ന്. എന്തായാലും വന്നല്ലേ, ഇനി നാളെ പോവാൻ നിനക്ക്. കാവ്യ പറഞ്ഞു. പ്രിയ അതിന് മൂളിക്കൊണ്ട് റൂമിലേക്ക് പോയി. പ്രിയയുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായി കൊണ്ടിരുന്നു. ഒരുപാട് നേരം കോളും പ്രതീക്ഷിച്ചിരുന്നിട്ടും നിരാശ മാത്രമായിരുന്നു ഫലം. ഞാൻ കുറേ നോക്കി, എനിക്കൊന്നും അങ്ങോട്ട് പിടിച്ചില്ല. നമുക്ക് വേറെ നോക്കേട്ടാ. നിനക്ക് വേറെ പണിയില്ല ആരി. ഞാനൊന്ന് വെറുതെ പറഞ്ഞ അങ്ങനെയൊക്കെ. എനിക്കിനി പെണ്ണും പെടക്കൊഴിയൊന്നും വേണ്ട. അത് പറഞ്ഞാൽ എങ്ങനെയാ? പെണ്ണൊക്കെ കിട്ടുന്നേ. ഇതെങ്ങനെയുണ്ട്? 25 വയസ്സേ ഉള്ളൂ. അതും പറഞ്ഞ് ആര്യ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തു. ആര്യ വരുണിനെ കെട്ടിച്ചടങ്ങിയെന്ന് പറഞ്ഞ നടപ്പാണ്. അവനെ കൊണ്ട് മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യിപ്പിച്ചു. അതിൽ തപ്പലാണിപ്പോൾ ജോലി. കമ്പ്യൂട്ടർ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴേ വരുണിനെ വിളിച്ച ഫോട്ടോ കാണിപ്പാണ് ഇപ്പോൾ ജോലി. കഴുത്തൊടിഞ്ഞാലും എനിക്ക് പറ്റിയൊന്നും ഇതിൽ കാണുന്ന എനിക്ക് തോന്നുന്നില്ല. എന്താ പിന്നെ നമുക്ക് നേരിട്ട് തപ്പാം. എങ്ങനെ? വായിനോട്ടം? അയ്യേ, അതൊന്നും ശരിയാവില്ല. അങ്ങ് മോശമല്ലേ? എന്ത് മോശം? ഞാൻ എത്ര നോക്കിയിരിക്കുന്നു. ഇതൊക്കെ കേട്ടില്ലാത്ത പരിപാടിയാ. ഏട്ടൻ വാ, ഞാൻ നോക്കിത്തരാം. അതും പറഞ്ഞ് വരുണിനെ വിളിച്ച് അവർ റോഡിൽ കൂടി നടന്നു. ഓരോന്നിനെ കാണിക്കുന്നുണ്ടെങ്കിലും അവനുമില്ലാത്ത നാണക്കേട് തോന്നി. അവസാനം പോയ പോലെ തിരിച്ചു വന്നു. ഇത് ഞാൻ ഒറ്റക്കാ നല്ലേ, ഇല്ലെങ്കിൽ എനിക്കൂടി അപമാനം. ഏട്ടൻ പൊക്കോ, പെണ്ണിനെ സെറ്റാക്കിയിട്ട് ഞാൻ വിളിക്കാം. പെണ്ണിട്ടുള്ള മൂടൊക്കെ പോയി. എനിക്ക് പെണ്ണൊന്നും കിട്ടില്ല. നീ ഞാനല്ലേ ഉള്ളു. ഏട്ടൻ സ്വപ്നം കണ്ട് തുടങ്ങിക്കോ, ബാക്കി ഞാൻ ഏറ്റു. പെണ്ണ് കിട്ടാണ്ട് എന്ത് സ്വപ്നം കാണാൻ? അതും പറഞ്ഞ വണ്ടിയെടുത്ത് പോയി. സാധാരണ ആമ്പിള്ളേർ വായി നോക്കി പോവാറുള്ളവൾ ഇന്ന് പെൺകുട്ടികളുടെ കണക്കെടുപ്പ് നടത്തിയാണ് തിരിച്ചു പോയത്. നീയുടെ ഉണ്ടായിരുന്നോ? ക്ലാസ്സിൽ വരെ വീട്ടിലിരിപ്പാണല്ലേ? വീട്ടിലേക്ക് വന്നാടെ പ്രിയ കണ്ട് ആര്യ ചോദിച്ചു. രാവിലെ കാവ്യയെ കാണാൻ വന്നാ, നീ എന്താ വൈകിയത്? ഞാൻ വരുണിനെ കാണാൻ നിന്നാ, ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. അതും പറഞ്ഞ് ആര്യ അകത്തേക്ക് പോയി. അമ്മേ, നാളെ ആൻസി ചേച്ചി അമ്മയെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ലച്ചു കിച്ചണിലേക്ക് വന്ന് അമ്മയോട് പറഞ്ഞു. ആണോ? എന്നാ പിന്നെ നാളെ നമുക്ക് സദ്യ ഉണ്ടാക്കാം. അത് കേട്ട് വന്ന് അച്ഛൻ പറഞ്ഞു. സദ്യയോ? ആര്യയുടെ ചാടി വീണു. നീ ഇത് എവിടുന്ന് വന്നാ? അച്ഛൻ അവിടെ മുഴുവൻ നോക്കി. സദ്യയുടെ കാര്യം പറഞ്ഞ അവിടെ ഞാനുണ്ടാവും. അല്ല, നാളെ ആരുടെ കല്യാണം അവിടെ? നിന്റെ കല്യാണം. അച്ഛ അവിടുന്ന് ഒരു കൊതിപ്പിക്കാന്ന് ആര്യ നാണിച്ചു പറഞ്ഞു. അച്ഛനും അമ്മയും ലച്ചുവാക്കിയിട്ട് വായും പൊളിച്ച് നോക്കി. ഇതിനെ കെട്ടിക്കാനുള്ള സമയം കഴിഞ്ഞു എന്നാ തോന്നണേ. അങ്ങനെയൊന്നും ഞാൻ പോയില്ല അമ്മേ. എനിക്കിവിടെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പോവും. അതെന്ത് പരിപാടി? വലിയേട്ടനെയും കൊച്ചേട്ടനെയും മക്കളുടെ കൂടെയൊക്കെ കുറച്ച് തല്ലുമഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ ഞാൻ പോവുള്ളൂ. അല്ലാണ്ട് എന്നെ ഓടിക്കാന്നാരും കരുതണ്ട. ആര്യ പറഞ്ഞു. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. അല്ല, നാളെ എന്താ വിശേഷം ഇവിടെ? നാളെ ആൻസി ചേച്ചി അമ്മയും കൂടി വരുന്നുണ്ട്. ആണോ? എന്നാ പിന്നെ സദ്യ തന്നെ വേണം. അച്ഛൻ്റെ വക സ്പെഷ്യല്. ഭാര്യേ, സാധനം എല്ലാം അവിടെ ഇരിപ്പുണ്ട്. എന്നാലും അത് വേണ്ടായിരുന്നു.
പറയാൻ പോയി എന്നെ വേണം പറയാൻ. അച്ഛാ ഡോൺ വരി, നാളെ നമുക്ക് ഉണ്ടാക്കാം. ഞാനും ആരെയും ഫുൾ സപ്പോർട്ടായിട്ടുണ്ടാവും. ഞാൻ മേൽനോട്ടം. ആ അതിന്റെ കുറവേ ഉള്ളൂ. ഒരു വട്ടം ഏൽപ്പിച്ച തന്നെ സമാധാനം കിട്ടിയിട്ടില്ല. അവൻ പറഞ്ഞ അച്ഛൻ പോയതും ആര്യ പുച്ഛിച്ചുകൊണ്ട് ഹാളിലേക്ക് പോയി. പ്രിയ എന്തോ ആലോചിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന കണ്ടു. ആര്യ അവിടെ അടുത്തൊന്ന് പുറത്തേക്ക് നോക്കി. അവിടെയൊന്നും കാണാത്ത കണ്ട് ആര്യ പ്രിയം തോണ്ടിയതും അവൾ ആര്യയെ നോക്കി. അവിടെ എന്താ? എന്ത്? അതല്ലേ ഞാൻ ചോദിച്ചത്, നീ അവിടെ എന്ത് നോക്കിക്കുവാന്ന്? ഞാനോ? ഞാൻ വെറുതെ നോക്കിയതാ. ഞാൻ ഇങ്ങനെ കാര്യമായിട്ട് ആരെയും നോക്കുന്ന്. അല്ല, എന്താ നിന്റെ ഫ്യൂച്ചർ പ്ലാൻ? ആര്യ ചോദിച്ചു. പ്രിയ അവൾക്ക് എന്ത് പറ്റിയെന്ന പോലെ എന്നെ നോക്കി. എന്തിനാ പറയ്, നിന്റെ പ്ലാനും കൺസെപ്റ്റൊക്കെ എന്താണെന്ന് അറിയാനാ. എനിക്കെന്ത് പ്ലാന്? ഇങ്ങനെയൊക്കെ ജീവിച്ചോണം, അത്ര തന്നെ. എന്നാലേ എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. നിന്റെ പ്ലാനിങ്ങിന് പറ്റിയ ഒരാൾ എന്നിലുണ്ട്. ഏതായാലും നീ ഇതുവരെയും കണ്ടുപിടിച്ചില്ലല്ലോ, അതുകൊണ്ട് നിന്നെ ഞാൻ സഹായിക്കാം. ആര്യ പറഞ്ഞു. പ്രിയ കേട്ട് നെറ്റി വിളിച്ചു. നിനക്ക് മനസ്സിലായില്ലല്ലോ? അതെനിക്ക് മനസ്സിലായി. എന്താന്ന് വെച്ചാലേ നിനക്ക് പറ്റിയ പയ്യനെ കണ്ടുപിടിച്ചതെന്ന്. നീ അതിന് സമ്മതം കൂടി മൂളിയാൽ മതി. ആരാ നാള്? നമ്മുടെ സന്ദീപ് ഏട്ടനാ. സന്ദീപോ? പ്രിയ പെട്ടെന്ന് കയറി ചോദിച്ചു. ആര്യ കേട്ട് അവൾ നല്ലപോലെ നോക്കി. നീയും സന്ദീപ് ഏട്ടൻ തമ്മിൽ എന്താ ബന്ധം? ആര്യ സംശയത്തോടെ ചോദിച്ചു. എന്ത് ബന്ധം? എനിക്കൊരു ബന്ധമില്ല. പിന്നെ അതിനെ നീ കേൾക്കാൻ കാത്തിരുന്ന പോലെ ചാടി കയറി ചോദിച്ചു. പിന്നെ ഞങ്ങളെപ്പോഴും വഴക്കല്ലേ, അപ്പൊ എങ്ങനെ സെറ്റ് ആവാനാ? അതാ ഞാൻ പെട്ടെന്ന് ചോദിച്ചു. അത് അങ്ങോട്ട് എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും സന്ദീപേട്ടനല്ല, ആളുടെ ഫ്രണ്ട് വരുണേട്ടനാ. ആര്യ പറഞ്ഞു. പ്രിയ അത് കേട്ട് ഞെട്ടി. ഓ വരുണോ? അതെ, വരുണേട്ടനെ കെട്ടിക്കാനുള്ള എന്റെ ചുമതലയായിട്ട് ഞാൻ ഏറ്റെടുത്തു. പക്ഷെ ആൾക്കൊരു പെണ്ണും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. നീ ഏതായാലും ഫ്രീ അല്ലേ, പ്രത്യേകിച്ച് കൺസെപ്റ്റും ഇല്ല. ആള് നല്ലവനാ. നിനക്ക് ആലോചിക്കട്ടെ ഞാൻ. നീ എന്ന് മുതലടി ബ്രോക്കർ പണി തുടങ്ങിയത്? നീ ഒന്ന് പോയാരി, എനിക്ക് കുറെ പണിയില്ലേ. വേറെ ആരും കിട്ടാണ്ട് എന്നെ മണ്ടക്കൊണ്ട് വെക്കണം. എനിക്കെങ്കിൽ വേണ്ട, അത്രയ്ക്ക് ദണ്ണുണ്ട്, നീ കെട്ടിക്കോ. അതും പറഞ്ഞ് പ്രിയ അവിടെ നിന്ന് പോയതും ആര്യ അവളെ നോക്കി ചുണ്ടി വിളിക്കി. ഏട്ടന്മാരെങ്ങനെ കെട്ടാനാ? അല്ലായിരുന്നെങ്കിൽ ഒരു കൈ ഞാൻ സഹായിച്ചേനെ. അവൾ ആലോചിക്കാതിരുന്നില്ല. എന്തായാലും അടുത്ത് നോക്കാം. അതും പറഞ്ഞ് ആര്യ അടുത്ത് തപ്പാൻ വേണ്ടി പോയി. ലച്ചുവിന്റെ മുകളിലുള്ള പാട്ടും കേട്ടാണ് ആനന്ദ് വൈകുന്നേരം റൂമിലേക്ക് എത്തിയത്. വാതിലിൽ നിന്ന് നോക്കിയതും അവൾ കണ്ണാടിയിൽ നോക്കി തലയൊക്കെ കണ്ണെഴുതുകയാണ്. ഒപ്പം പാട്ടുമുണ്ട്. അവനൊരു ചിരിയോടെ അത് കേട്ട് അനങ്ങാതെ കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു. പിന്നെ പതിയെ അവളുടെ അടുത്തേക്ക് ചെന്നു. പെട്ടെന്ന് കണ്ണാടിയിൽ ആനന്ദിന്റെ മുഖം കണ്ടതും ലച്ചുവിന്റെ പാട്ട് തനിയെ നിന്നു. അവൾ അവനെ നോക്കി ചമ്മി ചിരിച്ചതും അവനവളുടെ തല തോളിൽ വെച്ച് അവളുടെ മണം ആസ്വദിച്ച് നിന്നു. അവന്റെ കൈകൾ അവളുടെ വയറ്റിലൂടെ ചുറ്റി വരിഞ്ഞതും അവളുടെ കൈകൾ തനിയെ അവന്റെ മുടിയിലും മുഖത്തും തലോടാൻ തുടങ്ങി. അവനും അത് ആസ്വദിച്ച പോലെ അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖം അമർത്തിയതും ലച്ചു ഒന്ന് പുളഞ്ഞുകൊണ്ട് അവന്റെ മുടിയിൽ കൈകൾ കൊരുത്തു വലിച്ചു. ഏട്ടാ. പെട്ടെന്ന് ആര്യയുടെ ശബ്ദം കേട്ടതും രണ്ടും ഞെട്ടി വാതിൽക്കിലേക്ക് നോക്കിയതും ആര്യ ആകെ കിളിപോയി നിൽക്കുകയാണ്. ഞാൻ അത് പിന്നെ ഒന്നും കണ്ടില്ല, ഞാനിപ്പോ വന്നിട്ട് പോയതാ. അവൾ എന്തൊക്കെയോ നിന്ന് പറയാൻ തുടങ്ങിയതും രണ്ടും പരസ്പരം നോക്കി. അമ്മേ എന്ന് വിളിച്ച് ആര്യ താഴേക്ക് ഓടിയതും ലച്ചോടെ പുറകെ പോകാൻ പോയതും ആനന്ദ് പിടിച്ചു നിർത്തി. അവള് പോയി തുടങ്ങിയത് പൂർത്തിയാക്കിയിട്ട് പോയാ പോരെ? നാണം കെട്ടി നിൽക്കുമ്പോ തന്നെ വേണം ഏട്ടിന് ബാക്കി. ഞാൻ ആളെ പോയി പിടിച്ചെടുത്തട്ടെ. ആന മൂക്കിനെ പിടിച്ച് കറക്കി ലച്ച് താഴേക്ക് ഓടി. ആര്യ ഹാളിൽ നിന്ന് വെള്ളം കുടിക്കുന്ന കണ്ടു ലച്ച് അടുത്തേക്ക് ചെന്നു. അടുത്ത് ലച്ചുവിനെ കണ്ടത് ആര്യ നിന്ന് ചിരിച്ചു. സത്യമായിട്ട് ഞാൻ വേറൊന്നും കണ്ടില്ല ചേച്ചി. ഞാൻ നിങ്ങൾ ഫ്രീ ആവുന്ന ഇരുത്തി വന്ന എന്റെ ഏട്ടിന് ഇങ്ങനെ പോകണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അവളാകെ ചമ്മി നാണക്കിട്ട് പറഞ്ഞു. ലച്ചോടെ വാ കുത്തി പിടിച്ചു. അവിടെ വേറൊന്നും നടന്നിട്ടില്ല ആര്യ, നീ ഇതാരോടും പറയില്ലേ പ്ലീസ്. അയ്യോ പറഞ്ഞാലും എനിക്കെന്നെ നാണക്കേടും. ഞാനിനി ആ പരിസരത്തേക്ക് വരില്ല. അറ്റ്ലീസ്റ്റ് ഏട്ടനോട് ആ ടോറിങ്ങിൽ നടക്കാൻ പറയണം ചേച്ചി, വെറുതെ മനുഷ്യനെ വഴിതെറ്റിക്കാൻ. ആര്യ അത് പറഞ്ഞു പോയതും ലച്ചു ചുറ്റും നോക്കി. മുകളിൽ നിന്ന് ആനന്ദ് അവളെ നോക്കി വിളിക്കുന്ന കണ്ടതും ലച്ചു അവനെ തുറച്ചു നോക്കിയിട്ട് കിച്ചണിലേക്ക് പോയി. മോള് പോയി കിടന്നു, ഇവിടെ ജോലിയൊക്കെ കഴിഞ്ഞു. ആര്യ ഒന്നും പറഞ്ഞില്ലേ? അമ്മ കൈ തുടച്ച് കാവ്യക്കുള്ള പാലെടുത്തോണ്ട് പറഞ്ഞു. ആ പറഞ്ഞു, ഞാൻ അമ്മയെ നോക്കാൻ വന്ന. കാവ്യക്ക് ഞാനിത് കൊണ്ടുകൊടുക്കാം, അമ്മ പോയി കിടന്നോളൂ. അതും പറഞ്ഞ അവൾ പാൽ മേടിച്ചു അമ്മ ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി. ലച്ചു പാലും കൊണ്ട് കാവ്യയുടെ റൂമിലേക്ക് ചെന്നു. ആദ്യം വരാത്തതുകൊണ്ട് അവൾ ബുക്കും വായിച്ചിരിക്കുകയാണ്. ലച്ചുവിനെ കണ്ടതും കാവ്യ ഇരുന്നിടന്ന് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. ചേച്ചിയോ? ആന്റി കിടന്നോ? അമ്മയും കൂടെ തരാൻ പോയതാ, ഞാൻ മേടിച്ചോണ്ട് വന്ന് എനിക്ക് തരാം, ദാ കുടിക്ക്. അവൻ പറഞ്ഞ് ലച്ചു അവൾക്ക് പാല് നീട്ടിയതും അവളത് വാങ്ങി കുടിച്ചു. നീ ഓക്കെയല്ലേ കാവ്യ? കുഞ്ഞനക്കൊക്കെ ഉണ്ടോ? കുറുമ്പാ ചേച്ചി, ചിലപ്പോൾ വേദനിക്കും, എന്നാലും അതൊക്കെ ഒരു സുഖ. ചിലപ്പോൾ അനങ്ങാതെ കിടന്ന് പേടിപ്പിച്ച് കളയും കള്ളൻ. കാവ്യ വയറും തടവിക്കൊണ്ട് പറഞ്ഞു. ലച്ചു അവളുടെ വയറ്റിൽ കൈവശം തടവി. കുഞ്ഞിന്റെ ചെറിയ തുടിപ്പ് അവളുടെ കയ്യിൽ തട്ടിയതും ലച്ചു കൗതുകത്തോടെ നോക്കി. ചേച്ചീന് ഇഷ്ടമായ മട്ടാവന്. കാവ്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവനോ? അതെങ്ങനെ നിനക്കറിയാം? ആദ്യമായിട്ടും കുറുമ്പാന്നാ വിളിക്കാറ്, അവന്റെ കുറുമ്പ് കണ്ട്. അപ്പൊ എനിക്കും തോന്നി വാവ അവനാണെന്ന്. കാവ്യ പറഞ്ഞു. ലച്ചു കേട്ട് ചിരിച്ചു. കുഞ്ഞേതായാലും ആരോഗ്യത്തിൽ രണ്ടുപേരും ഇരിക്കാൻ പ്രാർത്ഥിക്കണം. പിന്നെ ഇങ്ങനെ ഉറക്കൊഴിക്കാൻ നിൽക്കരുത് കേട്ടോ. ആദ്യമായിട്ടും വരുമ്പോ വന്നോളൂ. ആദ്യമായിട്ടും വന്ന് കിടന്ന് ശീലിച്ചേച്ചി. ഇവിടെ ഇങ്ങനെ വായും പൊളിച്ചിരുന്ന സമയം പോകുന്ന അറിയില്ല. പിന്നെ ക്ഷീണം തോന്നിയാണെങ്കിൽ കിടക്കും. എന്നാ പിന്നെ നീ വായിച്ചിരിക്കേ. ലച്ചു അതും പറഞ്ഞ് ഗ്ലാസും കൊണ്ട് എഴുന്നേറ്റതും കാവ്യകളുടെ കയ്യിൽ പിടിച്ച് നിർത്തി. എന്താടാ? ഏയ് ഒന്നുമില്ല, എന്തോ പറയാൻ ഓർത്ത് മറന്നുപോയി, പിന്നീട് ഓർക്കുമ്പോ പറയാം. അതും പറഞ്ഞ് കാവ്യ കൈവിട്ടതും ലച്ചു അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മുറിയിട്ടിറങ്ങി.
പെട്ടെന്നൊരു കൈ വന്ന് അവളെ വലിച്ചതും ലച്ചു നിലവിളിച്ചുകൊണ്ട് അവനെ മേത്ത് ചെന്ന് തട്ടി. തലക്ക് കൈയും വെച്ച് നിൽക്കുമ്പോൾ ആനന്ദിനെ കണ്ടതവൾ ഞെട്ടി. എന്താ ചേച്ചി? കാവ്യ ശബ്ദം കേട്ട് റൂമിൽ നിന്ന് ഇറങ്ങി വന്നു. ഇതായിരുന്നാ, ഞാൻ പേടിച്ചുപോയി. അടുത്ത ആനന്ദിനെ കണ്ട് കാവ്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ലച്ചു അവനെ നോക്കി പേടിപ്പിച്ച് കിച്ചണിലേക്ക് ചെന്ന് കപ്പും വെച്ച് ലൈറ്റ് അടച്ചു വന്നു. ഏണ്ടെന്തിനെ ഇപ്പൊ താഴേക്ക് വന്ന്? ഞാൻ റൂമിലേക്ക് വരില്ലേ? ബിരിയാണി കൊണ്ട് കാണിച്ചിട്ട് പെട്ടെന്ന് കൊണ്ടുപോയി ആർക്കെങ്കിലും കൊതിയാവില്ലേ? അതും പറഞ്ഞ റൂമിൽ കയറി ഡോറടച്ചു. ലച്ചു അവനെ തന്നെ നോക്കി. എന്താ ഉദ്ദേശം? തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.